For 9 months, 2 astronauts have been waiting for a way home. Sunita Williams and Butch Wilmore. And splashdown, Crew 9 back on Earth. An on-time splashdown. Looks like we're getting our next crew member here. That is none other than Sunny Williams. Big smile, big waves. വെറും 8 ദിവസത്തെ യാത്രയ്ക്കായി പോയതാണ്. അവസാനം 9 മാസത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇൻഫാക്ട് അതൊരു സ്പ്ലാഷ് ഡൗൺ ലാൻഡിംഗ് ആയിരുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഇന്ത്യൻ സമയപ്രകാരം 3:27 ഈ മുഴുവൻ ഇവന്റും ഗ്ലോബലായി ലൈവ് സ്ട്രീം ചെയ്യപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സന്തോഷത്തോടുകൂടി കൈയടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവരെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോയി. അതാണ് ഏറ്റവും അടുത്തുള്ളത്. അവിടെ ആയിരിക്കും അടുത്ത 45 ദിവസം അവരുണ്ടാവുക. വന്നയുടനെ എന്തുകൊണ്ടായിരിക്കും 45 ദിവസം അവരെ ക്വാറന്റൈൻ ചെയ്യുന്നത്? ഈ കഥയിലെ ക്ലൈമാക്സ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രയും പ്രധാനമാണ് കഥയുടെ മുഴുവൻ ഭാഗവും. സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഈ കഥയിലുണ്ടാകും. സുനിത വില്യം ഈസ് ഓൾ അബൌട്ട് ഹ്യൂമൻ സ്പിരിറ്റ്. ഇവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഓഫീസിൽ സഹപ്രവർത്തകരുമായോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒരു ടൂർ പോവുകയാണ് എന്ന് ചിന്തിക്കുക. ഒരാഴ്ചത്തേക്ക് നമ്മളൊരു ടൂർ പോവുകയാണ്. പക്ഷേ തിരിച്ചു വരുന്നതിനെ കുറിച്ച് നമ്മളൊരു 10 തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. 2-3 ദിവസത്തെ ടൂറായിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഒരാഴ്ച? എന്തിനു വേണ്ടിയാണ് 10 ദിവസം? ഇനി ആ ഒരാഴ്ചത്തെ ടൂർ കഴിഞ്ഞ് അടുത്ത ചില മണിക്കൂറുകൾ കടന്നുപോയാൽ, അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് കടന്നുപോയാൽ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു പരവേശമായിരിക്കും. എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി എന്ന തോന്നലുണ്ടാകാൻ തുടങ്ങും. ഇതൊക്കെ ഭൂമിയിലുള്ളവരെ സംബന്ധിച്ചാണ്. അപ്പോൾ ആകാശത്താണെങ്കിലോ, സ്പേസിലാണെങ്കിലോ? അവിടെ ഭൂമി പോലെയല്ല. ഗ്രാവിറ്റി വ്യത്യസ്തമാണ്. സംസാരിക്കാൻ ആളുകൾ കാണില്ല. ദിനം പ്രതി അസ്ഥികളുടെ സാന്ദ്രത കുറയും. ഭൂമിയിലേക്ക് തിരികെ വരുമോ എന്നുള്ള ഉറപ്പ് പോലും ഇല്ല. ഇത് ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയമാണ്, അല്ലേ? പക്ഷെ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചു. അതാണ് അത്ഭുതം. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഈ 2 ബഹിരാകാശ സഞ്ചാരികൾ 286 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പേരും ഭൂമിയിലേക്ക് തിരികെ എത്തി. എല്ലാം ശരി തന്നെയാണ്. എന്നാൽ സുനിത വില്യംസ് എങ്ങനെയാണ് ബഹിരാകാശത്ത് എത്തിയത്? ഇതിന്റെ കാരണം അമേരിക്കൻ പൊളിറ്റിക്സ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? സാധാരണ ഭൂമിയിലുള്ളവരെയെല്ലാം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയി തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഈ പണികളെല്ലാം റഷ്യയുടെ സോയ് ബഹിരാകാശ പേടകമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അങ്ങനെ ആകരുത്. മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുന്നതിനേക്കാൾ നമ്മുടെ രാജ്യത്ത് തന്നെ സ്പേസ് ക്രാഫ്റ്റ് നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ലാഭം നമുക്കുണ്ടാകും. മാത്രമല്ല രാജ്യത്തിനും അതൊരു അഭിമാനമാണ്. ശരി തന്നെയാണ്. അതുകൊണ്ട് ബഹിരാകാശ പേടകം നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കണം എന്ന് ചിന്തിക്കുകയും അതിനായിട്ടുള്ള പദ്ധതികൾ 2014 ആരംഭിച്ചു. നാസ അവർക്ക് നൽകിയ മുഴുവൻ ബജറ്റും സ്റ്റാർലൈനറിന് വേണ്ടി മാറ്റിവെച്ചു. സ്പേസ് എക്സ് പ്രൈവറ്റ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ നാസയും ബോയിങ്ങും ഒരുമിച്ച് ചേർന്ന് ബഹിരാകാശ വാഹനം നിർമ്മിക്കാൻ തുടങ്ങി. പുതിയ ബഹിരാകാശ പേടകം, പുതിയ സാങ്കേതിക വിദ്യ എല്ലാം അമ്പെടുത്ത് തൊടുത്ത് വിട്ടതുപോലെ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പതിയെ പതിയെ ടെക്നോളജിയും സ്പേസ് ക്രാഫ്റ്റും ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നു. ബോയിങ് കമ്പനി സ്റ്റാർലൈനർ എന്ന സ്പേസ് ക്രാഫ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊരു ക്രൂഡ് മിഷൻ അല്ല. അതായത് മനുഷ്യരെ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു ടെസ്റ്റിംഗ് അല്ല. അതൊരു കാർഗോ അയക്കുന്നതിനും കൊണ്ടുവരുന്നതിനും വേണ്ടി മാത്രം. ഫുഡ് സപ്ലൈ, ഓക്സിജൻ ഇവയ്ക്കൊക്കെ വേണ്ടി. ഇവയെല്ലാം കാർഗോ സ്പേസ് ക്രാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. 2019 വരെയും ഇങ്ങനെ അൺക്രൂഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ അടുത്ത ഘട്ടമായി ക്രൂഡ് ടെസ്റ്റിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി അവർ സ്റ്റാർലൈനർ 1 നിർമ്മിച്ചു. ഇതിൽ 2 ബഹിരാകാശ സഞ്ചാരികളെ പോകാൻ തിരഞ്ഞെടുത്തു. സുനിത വില്യംസും ബുച്ച് വിൽമോറും. 2020 ഇത് ലോഞ്ച് ചെയ്യണം എന്നൊക്കെയായിരുന്നു അവരുടെ ആ സമയത്തെ പദ്ധതി. ഏത് സമയത്താണ് അവർ ഈ പ്രഖ്യാപനം നടത്തിയത് എന്നറിയില്ല. അറിയിപ്പ് കൊടുത്ത അന്ന് മുതൽ ലോഞ്ച് ചെയ്യുന്നത് വരെയും പല പ്രശ്നങ്ങളായിരുന്നു. അപ്രതീക്ഷിതമായ പല പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. പ്രധാനമായും ഹീലിയം ലീക്കേജ്. സ്പേസിൽ ഈ ബഹിരാകാശ പേടകം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ഡോക്ക് ആകുമ്പോൾ ഹീലിയം ത്രസ്റ്ററുകൾ ഉപയോഗിച്ചാണ് ആ മുഴുവൻ ബഹിരാകാശ പേടകവും നിയന്ത്രിക്കുന്നത്. ഭൂമിയിലേക്ക് തിരികെ വരുമ്പോഴും വേഗത കുറയ്ക്കാനും ഈ ഹീലിയം ത്രസ്റ്ററുകൾ ഉപയോഗിക്കും. ഇവിടെയാണ് ലീക്ക് ഉണ്ടാകുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇതിന്റെ കാരണം അറിയാനായി
തുടർന്ന് ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ പേടകത്തിന് അവരൊരു പൂർണ്ണത ആഗ്രഹിച്ചിരുന്നു. അവരുടെ പക്കൽ ഒരുപാട് പണവും ഉണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി വളരെ ശക്തമായി പ്രവർത്തിച്ചു. അങ്ങനെ ബോയിങ് കമ്പനി സമയമെടുത്ത് പുനരാരംഭിക്കാൻ തുടങ്ങി. 2024 സ്റ്റാർലൈനർ അങ്ങനെ പൂർത്തിയായി. അത് തികച്ചും പൂർണ്ണമായിരുന്നു. നാസ പോലും ഒരല്പം സംശയിച്ചു ഇതൊക്കെ പ്രവർത്തിക്കുമോ എന്ന്. പക്ഷേ ബോയിങ്ങിന് ഒരുപാട് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പുതിയ ബഹിരാകാശ സഞ്ചാരികളെ അയക്കുന്നതിന് പകരം നല്ല അനുഭവമുള്ളവരെ അയക്കാൻ തീരുമാനിച്ചു. അതിനാൽ അവർ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരഞ്ഞെടുത്തു. സുനിത വില്യംസ് ഇന്ത്യൻ വംശജയാണ്. പിതാവ് ഗുജറാത്തിൽ നിന്നുള്ളയാൾ, അമ്മ യൂറോപ്പിൽ നിന്നുള്ളവരും. യഥാർത്ഥത്തിൽ ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് അവർ. ആദ്യത്തെ വ്യക്തി കൽപ്പന ചൗളയായിരുന്നു. അങ്ങനെ 2024 മെയ് മാസം 7 ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെയായിരുന്നു ഈ ഹീലിയം ത്രസ്റ്റിന്റെ ഒരു പ്രശ്നം മാറി ഓക്സിജനിൽ ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അതും ശരിയാക്കി ജൂൺ 1 ലോഞ്ച് ചെയ്യാൻ പദ്ധതിയിട്ടു. എന്നാൽ അപ്പോഴും കാലാവസ്ഥയുടെ ചില പ്രശ്നങ്ങൾ കാരണം അത് മുടങ്ങി. സത്യത്തിൽ ഈ സ്റ്റാർലൈനർ മിഷൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അപകട സാധ്യതയുള്ള മിഷനാണ്. ഏതെങ്കിലും ഒരു കാർ, ബൈക്ക്, ബസ് ഇതൊക്കെ നിർമ്മിച്ചതിന് ശേഷം ഒരു പരിചയസമ്പന്നനായ ഡ്രൈവർക്ക് അത് നൽകിയിട്ട് നിങ്ങളത് ഓടിച്ചു നോക്കുക. അതിൻ്റെ ബ്രേക്ക് ശക്തമാണോ എന്ന് പരിശോധിക്കുക, വണ്ടി നല്ല കണ്ടീഷൻ ആണോ എന്ന് നോക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലുള്ള ഒരു മിഷന് വേണ്ടിയാണ് ഈ ബോയിങ് നിർമ്മിച്ച സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റിനെ ഈ 2 ആളുകൾക്ക് നൽകിയത്. ഇവിടെ മുതലാണ് കഥ വളരെ രസകരമായി മാറുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾ ഇത് കാണുകയാണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. 2024 ജൂൺ മാസം 5 ബുച്ച് വിൽമോർ, സുനിത വില്യംസ് ഇവർ 2 പേരും ഈ സ്പേസ് ക്രാഫ്റ്റിനുള്ളിലേക്ക് കയറി. തുടക്കത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാൽ ഡോക്ക് ആകുമ്പോൾ വീണ്ടും ഹീലിയം ലീക്കേജ് പ്രശ്നമുണ്ടായി. പക്ഷേ ഡോക്കിംഗ് വിജയകരമായി തന്നെ അവസാനിച്ചു. അങ്ങനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുള്ളിലേക്ക് 2 പേരും കയറി. 8 ദിവസത്തെ ഒരു മിഷനായിരുന്നു. ഈ സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ മറ്റു പല ജോലികളെല്ലാം അവിടെ പൂർത്തിയാക്കിയിട്ട് 8 ദിവസം കഴിഞ്ഞ് തിരികെ വരിക, ഇതായിരുന്നു പദ്ധതി. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. റിട്ടേണിൽ സ്റ്റാർലൈനറിൽ ഹീലിയം ലീക്കേജ് വീണ്ടും സംഭവിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഭൂമിയിലുള്ളവർ തുടർച്ചയായും റിസർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അതിന് ശരിയായ ഒരു ഉത്തരം ലഭിച്ചില്ല. സ്പേസിൽ ഉണ്ടായിരുന്ന ബഹിരാകാശ സഞ്ചാരികളും സ്റ്റാർലൈനറെ ശരിയാക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ത്രസ്റ്ററിൽ മാൽഫങ്ഷൻ സംഭവിച്ചു. ലളിതമായി പറഞ്ഞാൽ ഈ ഗ്യാസ് ലീക്ക് കാരണം ഒരു പക്ഷേ സ്പേസ് ക്രാഫ്റ്റ് തകർന്നേക്കാം. ഇനി അപകട സാധ്യത കാര്യമാക്കാതെ തിരിച്ചു വരാമെന്നൊക്കെ കരുതാം. പക്ഷെ 2003 നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള മറ്റ്6 പേരുമായി സ്പേസിലേക്ക് പോയി. അവിടെയും ബാഹ്യ ഇന്ധന ടാങ്കിൽ ഫോമിംഗ് ഇൻസുലേഷൻ സംഭവിച്ചു. അത് കാര്യമാക്കാതെ തിരിച്ചു പോകാം എന്ന് കരുതി. ഭൂമിയിൽ എത്തിയതിനു ശേഷം അത് ശരിയാക്കാം എന്നവർ കരുതി. അങ്ങനെ തിരികെ വരാൻ നാസ അവർക്കൊരു ഗ്രീൻ സിഗ്നലും നൽകി. പക്ഷെ തിരിച്ചു വരുമ്പോഴായിരുന്നു പേടകത്തിന് ചൂട് താങ്ങാനായില്ല. സെക്കൻഡുകൾക്കുള്ളിൽ അത് പൊട്ടിത്തെറിച്ചു. ദൗത്യം പൂർത്തിയാക്കി തിരികെ വരുന്ന വഴിയിൽ അവർ ഒരു ഓർമ്മയായി. തീർച്ചയായും ഇത് നാസയുടെ അശ്രദ്ധ കാരണമാണ് സംഭവിച്ചത് എന്ന് ലോകം മുഴുവനും നാസയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതിനാൽ സ്റ്റാർലൈനറിനെ വീണ്ടും ഇങ്ങനെ നാസ കുറ്റപ്പെടുത്തരുത്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു തെറ്റുകാരനായി മാറരുത്. അതിനാൽ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് നന്നാക്കാൻ കഴിയുമോ എന്ന് നോക്കണം. പൂർണ്ണമായും സജ്ജമാക്കുന്നത് വരെയും നിങ്ങൾ കാത്തിരിക്കുക എന്ന അറിയിപ്പായിരുന്നു ഈ സ്പേസ് സ്റ്റേഷനിലുള്ളവർക്ക് കൊടുത്തത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ സ്പേസ് എക്സ് വെള്ളത്തിലാണ് ലാൻഡ് ആയത്, അതായത് സ്പ്ലാഷ് ഡൗൺ ആയി. എന്നാൽ ഈ സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റ് എല്ലാം ടച്ച് ഡൗൺ ആകും, അതായത് തറയിൽ ലാൻഡ് ആകും. ന്യൂ മെക്സിക്കോയിലുള്ള മരുഭൂമിയിൽ ലാൻഡ് ചെയ്യാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. ചിന്തിച്ചു നോക്കുക, വെള്ളത്തിലാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയാം. പക്ഷെ തറയിൽ വളരെ വേഗത്തിൽ വന്ന് കൂട്ടിയിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ചിന്തിക്കാനേ സാധിക്കുന്നില്ല അല്ലേ? അതൊരുപാട് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായി വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. അങ്ങനെ എല്ലാ എഞ്ചിനീയേഴ്സും ചേർന്ന് ധാരാളം സമയമെടുത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. എങ്കിൽ പോലും ഇതിന്റെ കാരണം കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് സ്റ്റാർലൈനറിൽ അവരെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയ നാസ സ്റ്റാർലൈനർ പ്രോഗ്രാം നിർത്തലാക്കി. ഇനി മറ്റൊരു ബഹിരാകാശ പേടകത്തിൽ അവരെ കൊണ്ടുവരണം. സത്യം പറഞ്ഞാൽ ഈ തീരുമാനം അവർക്ക് എടുക്കാൻ തന്നെ 93 ദിവസമായി. ഈ തീരുമാനം കേട്ട് ബഹിരാകാശത്തിലുള്ള സഞ്ചാരികൾ ഞെട്ടിപ്പോയിട്ടുണ്ടാകും എന്നൊക്കെ നിങ്ങൾ കരുതാം. തീർച്ചയായും ഇല്ല. അവർ ഇതിനു മുൻപ് പല ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് മറ്റൊരു ദൗത്യം, അത്രമാത്രം. ആ ബഹിരാകാശ പേടകത്തിൽ അവർ ഒറ്റയ്ക്കായിരുന്നില്ല.
അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അകത്ത് മറ്റ് ബഹിരാകാശ യാത്രക്കാരുമുണ്ട്, ഇവരെ പിന്തുണയ്ക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. ഭക്ഷണത്തിനും അവിടെ വലിയ പ്രശ്നം ഇല്ലായിരുന്നു. എങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ അവർക്ക് ദിവസവും കുടിക്കാൻ വെള്ളം ലഭിക്കാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്ത് കുടിക്കുന്ന വെള്ളമാക്കി മാറ്റും. അങ്ങനെ ടെക്നോളജി ഈ ISS-ലുണ്ട്. അതിനാൽ ദിവസവും അവർ കുടിക്കുന്ന വെള്ളം അവർ യൂറിൻ പാസ് ചെയ്ത വെള്ളം തന്നെ ആയിരിക്കും. അത് പൂർണ്ണമായും പുനരുപയോഗ പ്രക്രിയയിലൂടെ കടന്നു പോകും. ഈ 9 മാസത്തെ കാലയളവിൽ ഗുരുത്വാകർഷണം ഇല്ലാത്ത അവരുടെ ശരീരം വളരെ വിചിത്രമായി തന്നെ പ്രതികരിക്കും. നമ്മളൊക്കെ ഭൂമിയിലാണ്, ഗുരുത്വാകർഷണമുണ്ട്. നമ്മുടെ അസ്ഥികളുടെ സാന്ദ്രത, രക്തത്തിനുള്ളിലെ കട്ടി ഇവയെല്ലാം നോർമലാണ്, കാരണം ഗുരുത്വാകർഷണമാണ്. പക്ഷേ ബഹിരാകാശത്ത് അങ്ങനെയല്ല. ശരീരം ദിവസം കഴിയുന്തോറും ചുരുങ്ങാൻ തുടങ്ങും. ഇനി അവിടെ ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ അവിടെ സക്കിംഗ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഫ്ലഷിംഗ് ടെക്നോളജി അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം ഗുരുത്വാകർഷണം ഇല്ല. അങ്ങനെ അത്തരം ഒരു ടോയ്ലറ്റാണ്. ഇനി വയറുവേദനയോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ പാഡ് ഉപയോഗിക്കേണ്ടതായി വരും. ഇനി ഈ കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ട്, അവർക്ക് ഭക്ഷണം നൽകി തിരികെ വരാൻ. പക്ഷെ അതൊന്നും ദിവസവും ഇങ്ങനെ വന്നു പോകില്ല, സാധാരണ ബസ് പോലെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേറ്റഡ് ഭക്ഷണം അവർക്ക് ചിലപ്പോഴൊക്കെ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ കുളിക്കണം എന്ന് ചിന്തിച്ചാൽ പോലും അതിന് സാധിക്കില്ല. അതിന് വെറ്റ് വൈപ്പറുകളാണ് ഉള്ളത്. ഇനി വസ്ത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും വസ്ത്രം മാറാനോ തുണി അലക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വസ്ത്രം ഏറെ ദിവസം ഉപയോഗിക്കേണ്ടതായും വരും. ഇങ്ങനെ വെല്ലുവിളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തന്നെയുണ്ട്. എങ്കിലും അവരവിടെ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സെപ്റ്റംബർ മാസത്തിൽ സ്റ്റാർലൈനർ എന്ന പേടകത്തെ മാത്രം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ ഹീലിയം ത്രസ്റ്റിന്റെ ഒന്നും വർക്കായില്ല. എങ്കിൽ പോലും സുരക്ഷിതമായി സ്റ്റാർലൈനർ ഭൂമിയിൽ ലാൻഡായി. അങ്ങനെ 2025 എത്തി. ഒരു ഭാഗത്ത് രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിച്ചു. ബൈഡൻ ഭരണത്തിൽ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ 2 പേരെ താൻ തിരികെ കൊണ്ടുവരുമെന്ന് ട്രംപ് ഒരു രാഷ്ട്രീയ ഗെയിം തന്നെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർലൈനറുമായി നേരിട്ട് മത്സരം നടത്തുന്ന സ്പേസ് എക്സിലേക്ക് നാസ പോയി. ഇതിനകം 2024 ഓഗസ്റ്റ് മാസത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ക്രൂ 9 അംഗങ്ങൾ അയച്ചിരുന്നു. അവിടെ ഒരു ചെറിയ മാറ്റം സംഭവിച്ചത്, സ്പേസിൽ ഇങ്ങനെ സാധാരണ ക്രൂ മെമ്പേഴ്സ് പോകുമ്പോൾ 4 പേർ ബഹിരാകാശ നിലയത്തിലേക്ക് പോയി അവിടെ സെറ്റിലാകും. പഴയ അവിടെയുള്ള ക്രൂ മെമ്പേഴ്സ് തിരിച്ച് അതേ പേടകത്തിൽ ഭൂമിയിലേക്ക് വരും. പക്ഷെ ഇത്തവണ 2 പേരായിരുന്നു പോയത്. ഇതിനകം ബഹിരാകാശത്ത് 2 പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇക്കാരണത്താൽ ക്രൂ 9-ൽ 2 പേരെ മാത്രം അയച്ചു. 2 സീറ്റ് കാലിയായിരുന്നു. ടെക്നിക്കലി പറഞ്ഞാൽ സ്പേസ് എക്സിന്റെ ക്രൂ 9 മെമ്പേഴ്സുമായി സ്റ്റാർലൈനറിൽ നിന്നുള്ള ആ 2 പേരും ഒരുമിച്ച് ചേർന്നു. അതായത് സുനിത വില്യംസും ബുച്ച് വിൽമോറും. അതുകൊണ്ട് ഇവരെ ക്രൂ 9-ആയി തന്നെയാണ് കൺസിഡർ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ സ്റ്റാർലൈനർ എന്ന് കേൾക്കാൻ സാധിക്കില്ല, ക്രൂ 9 മെമ്പേഴ്സ് എന്നായിരിക്കും ഒരു പക്ഷെ അറിയാൻ സാധിക്കുക. ഇതുവരെയും എല്ലാം നന്നായി തന്നെയാണ് പോയത്. അങ്ങനെയാണെങ്കിൽ പോയ ഈ സ്പേസ് ക്രാഫ്റ്റിൽ തന്നെ സുനിത വില്യംസിന് കയറ്റി തിരികെ അയക്കാമല്ലോ എന്നൊരു പക്ഷെ നിങ്ങൾക്കൊരു ചോദ്യം വരാം. ഇവിടെ ഈ ക്രൂ 9 അവിടെ പോയി എന്നുണ്ടെങ്കിൽ ഇതിനകം ക്രൂ 8 അവിടെ ഉണ്ട് എന്നല്ലേ അർത്ഥം. ഇതിനകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ക്രൂ 8 ഇപ്പോൾ ക്രൂ 9 വന്ന ആ സ്പേസ് ക്രാഫ്റ്റിൽ കയറി ഭൂമിയിലേക്ക് വരുന്നു. അടുത്ത സ്പേസ് ക്രാഫ്റ്റ് ആയ ക്രൂ 10 തയ്യാറാകുന്നത് വരെ ക്രൂ 9 അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ അങ്ങനെ പോകുന്നു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഏകദേശം 9 മാസം ബഹിരാകാശത്ത് ചിലവഴിച്ചു. ക്രൂ 10 മാർച്ച് 12-ന് ലോഞ്ച് ചെയ്യണമെന്നായിരുന്നു പദ്ധതി ഇട്ടത്. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം 2 ആഴ്ച കാലതാമസം വേണ്ടിവരുമെന്ന് അറിയിപ്പ് കൊടുത്തു. പക്ഷെ അവിടെ ട്രംപ് അതിനുള്ളിലേക്ക് വരികയും 2 ദിവസത്തിനകം ഇത് ശരിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ മാർച്ച് മാസം 14-ാം തീയതി വിജയകരമായി ക്രൂ 10 ലോഞ്ചായി. മാർച്ച് 16-ന് യാതൊരു പ്രശ്നവുമില്ലാതെ ഡോക്കിംഗ് നടന്നു. ക്രൂ 10 ബഹിരാകാശ നിലയത്തിലേക്ക് കയറി. ഇതിനകം തന്നെ ക്രൂ 9 അവിടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം ക്രൂ 9 ക്രൂ 10-നെ ഏൽപ്പിക്കുന്നു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇതിനകം ഉണ്ടായിരുന്ന ക്രൂ 9-ലെ 2 ബഹിരാകാശ സഞ്ചാരികൾ, മൊത്തം 4 പേർ ക്രൂ 10 വന്ന ആ ബഹിരാകാശ പേടകത്തിൽ കയറി. അതാണ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ. മാർച്ച് 18-ന് അവർ ഭൂമിയിലേക്ക് മടങ്ങി. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും കാത്തിരുന്നതുപോലെ 3 പാരഷൂട്ട് ഓപ്പണായി. ലാൻഡിംഗ് പസഫിക് സമുദ്രത്തിൽ ഗൾഫ് ഓഫ് ഫ്ലോറിഡയിൽ ലാൻഡായി. ആ സമയത്ത് ധാരാളം ഡോൾഫിൻസ് അവിടെ വന്ന് സുനിത വില്യംസിനെയും ഗ്രൂപ്പിനെയും സ്വാഗതം ചെയ്തു എന്നുള്ള കമന്ററി ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ ആ ലാൻഡ് ചെയ്ത മുഴുവൻ ക്യാപ്സ്യൂളിനെയും ഒരു കപ്പലിലേക്ക് അടുപ്പിച്ചു. എഞ്ചിനീയേഴ്സ് ഓരോ ബഹിരാകാശ സഞ്ചാരികളെയും പുറത്തേക്കെടുത്തു.
ആർക്കും നടക്കാൻ സാധിച്ചില്ല. കാരണം ഏകദേശം 300ഓളം ദിവസമാണ് ബഹിരാകാശത്ത് അവർ സ്പെൻഡ് ചെയ്തത്. ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി അവരുടെ ബോഡി അഡ്ജസ്റ്റ് ആകണം. അത് പെട്ടെന്ന് സാധ്യമല്ല. സാധാരണ മുൻപൊക്കെ ഇങ്ങനെ ലാൻഡ് ആകുന്ന ആസ്ട്രോണറ്റ്സിനെ കൊണ്ടുപോയി പ്രസ് മീറ്റ് ഒക്കെ നടത്തും. പഴയ അങ്ങനെയുള്ള പ്രസ് കോൺഫറൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ചില കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തെന്നി താഴെ വീഴും, ബോധം നഷ്ടമാകും. ആ മൈക്രോഗ്രാവിറ്റിയിൽ അവരുടെ ശരീരത്തിലെ മസിൽസിന്റെ മാസ്, ബോൺ ഡെൻസിറ്റി ഇവയെല്ലാം മുഴുവനായും ദുർബലമായിട്ടുണ്ടാകും. അതുപോലെ ഹൃദയം പോലും കൃത്യമായി രക്തം പമ്പ് ചെയ്യില്ല. അങ്ങനെ തലകറക്കം വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ എല്ലാവരെയും സ്ട്രക്ചറിൽ കയറ്റി നാസയുടെ പുനരധിവാസ സെന്ററിലേക്ക് കൊണ്ടുപോയി. ഇനി ഇവരെ പെട്ടെന്നൊന്നും പത്രസമ്മേളനത്തിൽ കാണാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷേ അടുത്ത 45 ദിവസത്തേക്ക് നാസയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇവർ. ഈ മൈക്രോഗ്രാവിറ്റി അവരുടെ ശരീരത്തെ എങ്ങനെയെല്ലാം ബാധിച്ചു, ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഗവേഷണങ്ങളെല്ലാം തുടർച്ചയായി നടത്തും. 45 ദിവസവും അവർക്ക് പരിശീലനം നൽകും. അവരുടെ എല്ലാ ബോൺസും വീക്കായിട്ടുണ്ടാകും. മസിൽസിന്റെ മാസെല്ലാം ലോസ് ആയിട്ടുണ്ടാകും. ഇക്കാരണത്താൽ തിരികെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് അവർ തിരികെ കൊണ്ടുവരണം. ഇതിന് ഏകദേശം 45 ദിവസം എടുക്കും. എന്നാൽ സുനിത വില്യംസിന്റെ കാര്യം എടുത്താൽ അവർക്ക് 1-2 ആഴ്ചയിൽ തന്നെ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകം തന്നെ ഒരു 150-170 ദിവസത്തോളം ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട്. അവർക്ക് ഇതൊന്നും പുതിയ കാര്യമല്ല. അടുത്ത 3 മാസം കൂടെ അവിടെ ചിലവഴിക്കാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവരതിന് സമ്മതിക്കുമായിരുന്നു. കാരണം അവർ പ്രത്യേകം ഒരു ക്യാപ്സ്യൂളിൽ കുടുങ്ങിക്കിടക്കുകയല്ലായിരുന്നു, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലായിരുന്നു. എങ്കിലും 8 ദിവസത്തെ ഒരു ദൗത്യത്തിന് വേണ്ടി പോയി അവർ 9 മാസം അവിടെ ചിലവഴിച്ചു എന്നുള്ളത് സത്യത്തിൽ അവർക്കതൊരു അനുഗ്രഹമായി തന്നെയായിരിക്കും തോന്നുക. അവർ അതിൽ സന്തോഷവതിയാണ്. ഒരു സ്ഥലത്ത് പോലും തന്നെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടേയില്ല. പക്ഷേ ഇവിടെ തിരിച്ചടിയായി മാറിയത് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർക്കാണ്. നാസ സ്റ്റാർലൈനറുമായി ഒരു 5 കരാറുകൾ ഇതിനകം തന്നെ ചെയ്തിരുന്നു. പക്ഷെ അതിപ്പോ വെട്ടിക്കുറച്ച് 2 ആക്കി മാറ്റി. ഇനി ആ 2ഉം നടക്കുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ നാസ എലോൺ മസ്കുമായി കൈകോർക്കാനുള്ള സാധ്യതകൾ അധികമാണ്. കാരണം അവരാണ് വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബോയിങ് അവസാനിച്ചോ? കഴിഞ്ഞ വർഷം ഏകദേശം $2 ബില്യൺ ഇതിനു വേണ്ടി ചിലവാക്കിയത്. അതെല്ലാം ഒരു വലിയ നഷ്ടത്തിലായിരുന്നു അവസാനിച്ചത്. അപ്പോ ബോയിങ് സ്റ്റാർലൈനർ തുടങ്ങുമോ എന്നുള്ളതും ഒരു സംശയമാണ്. ഇതൊക്കെയാണ് സുനിത വില്യംസ് സ്പേസ് സ്റ്റേഷനിലേക്ക് പോയി അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർക്കാണെങ്കിൽ അത് കമന്റിൽ ചോദിക്കാം. ഇനി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മുടെ ചാനൽ Q&A വീഡിയോ ചെയ്തിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർ കമൻസിൽ ചോദിക്കുന്നുണ്ട് ഒരു Q&A സെക്ഷൻ നടത്താനായിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ വരും. പക്ഷെ അതിന് മുൻപ് നിങ്ങൾക്ക് എന്നെക്കുറിച്ചോ നമ്മുടെ ചാനലിനെ കുറിച്ചോ പൊതുവെ എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വിക്കിയോക്സ് മലയാളം ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പോസ്റ്റ് വരും. നിങ്ങൾക്ക് അതിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി അതല്ല, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചാലും മതിയാവും. എത്രയും പെട്ടെന്ന് അതിനുള്ള ആൻസേഴ്സ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെയോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയോ കമൻറ്റായി തന്നെ ചോദിച്ചാൽ മതി.